ഗുഡ് മോർണിംഗ് അങ്കിൾ. ഗുഡ് മോർണിംഗ്, ഗുഡ് മോർണിംഗ്. മോറിസ് ഇന്ന് ഡ്യൂട്ടിയിലാണോ? ഇന്ന് ഓഫാണ്. ഓഫ് എന്ന് പറഞ്ഞാൽ ഡ്യൂട്ടി ഓഫാണോ അതെ വെറും ഓഫാണോ? രണ്ടു വിധത്തിലോ. അങ്കിൾ, ഡാഡി എന്നെ ഉപദേശിക്കണം. ശരി, ഒരു ദിവസം ഞാൻ വീട്ടിൽ വന്ന് മോറിസിനോട് സംസാരിക്കാം. താങ്ക് യു അങ്കിൾ. ഇവിടെ 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 കൊണ്ട് വരും. ആ പ്രസാദം ഈ കുട്ടിക്ക് കൂടെ കുറച്ച് കൊടുക്കും. ഭഗവാന്റെ പ്രസാദമല്ലേ, ഭഗവാൻ എനിക്ക് നിനക്ക് മാത്രമല്ല ഉള്ളത്. കൊടുക്കും. വലത് കൈ നീട്ടു. ഓ, ഐ എം സോറി. വെരി നൈസ് അങ്കിൾ. ദിവസവും കാലത്തെ വന്നത് തരാം. ഓക്കെ. ജോലി ഇരിക്കും. ഉഷ ഇപ്പൊ വരും. എനിക്ക് ഓഫീസിൽ പോകാൻ സമയമായി. ആ ചട്ടക്കാരി പെണ്ണ് പുറത്തു വന്നിരിക്കുന്നു. ശുദ്ധവും വൃത്തിയില്ലാത്ത കൂട്ടരാ. ചെരുപ്പ് കാലിലിട്ടുകൊണ്ട് തന്നെയാ മുറിക്കകത്ത് കയറിയിരിക്കുന്നത്. ഓരോരുത്തരുടെ രീതിയല്ലേ അമ്മേ. എന്ന് വെച്ചാ വൃത്തി വേണ്ടേ? അമ്മ ചെരുപ്പിടാണ്ടല്ലേ പുറത്ത് നടക്കുന്നത്, ആ കാലുകൊണ്ടല്ലേ അകത്തും നടക്കുന്നത്. അതുപോലെയാ തോലുകൊണ്ടുള്ള ചെരുപ്പിട്ടുകൊണ്ട് മുറിക്കകത്ത് കയറിയിരിക്കുന്നത്. പശു പറിച്ച് തിന്നുന്ന കൂട്ടരല്ലേ, പിന്നെ എങ്ങനെയാ വൃത്തി ഉണ്ടാകുക? നിനക്ക് ഹിന്ദു കുട്ടികൾ ആരും ഇല്ലേ കുട്ടിയെ കൂട്ടുവേ? വൃത്തികേട് കാണിക്കുന്നവരിൽ ഹിന്ദുക്കളുമുണ്ട്, ക്രിസ്ത്യാനികളുമുണ്ട്. ജോലി വൃത്തികേട് കാട്ടില്ല അമ്മേ. നീ ഇപ്പൊ പ്രസാദം കഴിച്ചിട്ട് കൈ നനച്ച് ശുദ്ധപ്പെടുത്തി എന്തിനാ? ആ പെണ്ണെ മൂക്കൾ തുടയ്ക്കുന്ന ടവല് കൊണ്ടാ കൈ തുടച്ചത്. പുറത്തായാലേ മാറിയിരിക്കാത്ത കൂട്ടരാ. ശശി, എന്ന് വന്നു? ചേട്ടൻ വന്നിട്ട് 2-3 ദിവസമായി. കണ്ടില്ലേ ചേട്ടൻ ഗോൾ പോസ്റ്റ് മാരി വളർന്നിരിക്കുന്നത്. നമുക്ക് പോകാം. പോട്ടെ. ഏയ്, ശശിയെ കണ്ടിട്ട് ഞാൻ ആരോന്ന് വിചാരിച്ചു. ചേട്ടൻ അത്രയ്ക്ക് മാറിയില്ലേ? ഉഷയുടെ ബ്രദറിനെ ഞാനൊരു സന്യാസിയായിട്ടാണ് കണക്കാക്കിയിരിക്കുന്നത്. സന്യാസിമാരുടെ ഇടയിൽ പൂച്ച സന്യാസിമാരും കാണും. വാട്ട് ഈസ് ഇറ്റ് മീൻ? സന്യാസത്തിനകത്ത് പൂച്ച പോലെ പതുങ്ങിയിരിക്കും. ഇരയെ കാണുമ്പോ ചാടി അങ്ങ് വീഴും. ഓ, ഇറ്റ്സ് വെരി ഡേഞ്ചറസ്. ഒന്നിങ്ങോട്ട് വരിയെന്ന് അങ്ങനെ കണ്ണി ചോരയില്ലാണ്ട് പോയാലോ? നിങ്ങൾ കേറിയിട്ട് പോ. പിന്നെ നല്ല 1ാം ക്ലാസ് പേനകൾ വന്നിട്ടുണ്ട്, ഒരെണ്ണം വാങ്ങിച്ചോ. വേണ്ട, രൂപയില്ല. നിങ്ങൾ ഇതൊന്ന് കണ്ടിട്ട് പറയുന്നു. വാ, നമ്മള് കാണിച്ചു തരാം. നിങ്ങൾ ഇങ്ങോട്ട് വരി, ഇങ്ങോട്ട് വരി, ഇങ്ങോട്ട് വരി. വാ. ഇത് ഫസ്റ്റ് ക്ലാസ് പേന, ഇത് പെനാങ്കം. എനിക്ക് വേണ്ട. ഞമ്മളെ വക ഒരു പെർസെന്റേഷൻ ആണെന്ന് വെച്ചോ. യെസ് മമ്മി. യു ഫൂൾ. ആ റഹീം വല്ലപ്പോഴും ഓടിച്ചെന്നാൽ അത്യാവശ്യത്തിന് കടം തരുമായിരുന്നു. നീ കാരണം അതും ഇല്ലാതായി. അയ്യോ മമ്മി, എന്ന് വെച്ച് നാണോ മാനോ വിറ്റ് വേണോ ജീവിക്കാൻ? യു ആർ റൈറ്റ് മൈ ഡോട്ടർ. തെമ്മാടിത്തരം കാണിക്കുന്നവന്റെ കർമ്മക്കുറ്റി അടിച്ചു പൊട്ടിക്കണം. അവനല്ലെങ്കിൽ അവന്റെ ഫാദർ കടം തരും എന്ന് തന്നെയുമല്ല, അവന് കൊടുക്കാനുള്ള പണം ഞാനിട്ട് കൊടുക്കുകയില്ല. യു ക്യാൻ ഗോ. Darling, I am going to give you a surprise. Who's leading, Alice? Georgie? That's good. നമുക്കൊരു കാർ വാങ്ങിക്കണം. 1250 രൂപ വിലയുള്ളൂ. ഒരു 6 മാസം കഴിഞ്ഞ് ഒരു 5 മണീസ് കൊടുക്കണം. ഒരു 500 രൂപ കൊടുക്കണം. പിന്നെ അടുത്ത മാസം ശമ്പളം വാങ്ങിക്കുമ്പോ ഒരു 250 രൂപ കൊടുക്കണം. ഇപ്പം ഒരു 5 മണീസ് കൂടെ കൊടുക്കണം. 500 രൂപ നമ്മൾ എവിടെ പോകും? ഞാൻ ജിമ്മി അയച്ചു 500 രൂപ അലമാരയിൽ നിന്ന് എടുത്ത് പാക്കറ്റിൽ വെച്ചിട്ടുണ്ട്. എന്റെ മോൻ കഷ്ടപ്പെട്ട് അയച്ചതാണ്. ആ കാർ
morning. I'm going. I am also going. Heidi, are you coming? Julie, I'll go, Julie. Okay. Bye. Bye-bye. Johnny. Hey, Johnny. Look. എന്തിനാ കരയുന്ന? Silly. Julie! Yes, Mummy. Johnny. Johnny. Where is Ryan? ബോയ്ഫ്രണ്ടിന്റെ കൂടെ പുറത്തു പോയി. നിനക്ക് വെളിയിൽ പോയിക്കൂടെ? ഞാൻ കോഴി അടയിരിക്കുന്ന മാതിരി വീട്ടിൽ തന്നെ കയറിയിരിക്കുന്ന എന്തിനാ? ആ റിച്ചർഡ് എത്ര നേരമായി വെളി വന്ന് നിൽക്കുന്നു. അവന്റെ കൂടെ വെളിയിൽ പോയിക്കൂടെ? Come on, you go. I'll do that. Give it to me. ജോലി സൂക്ഷിക്കണം. നിയന്ത്രണമില്ലാത്ത ആൺകുട്ടികളാണ്. Be careful. Okay, മമ്മി. ഹായ്. ഹായ് ജോലി. ഞാൻ താമസിച്ചു പോയോ? നോ നോ, ഇറ്റ്സ് ഓക്കെ. ഒരു ലോക്കോ ഷെഡിൽ അപ്രന്റീസ് ആയിട്ട് 6 മാസം ജോലി ചെയ്താ എനിക്ക് ഫയർമാനായിട്ട് അപ്പോയിന്റ്മെന്റ് കിട്ടിയേക്കാവും ജൂലിയ ഡാഡി പറഞ്ഞു. ആ ജോലി എനിക്കിഷ്ടമല്ല. 2 വർഷം ഫയർമാനായിട്ട് ജോലി ചെയ്താ എഞ്ചിൻ ഡ്രൈവറാകാം. എന്നിട്ട് ഞാൻ ജൂലിയെ മാരി ചെയ്യുന്നു. ജൂലി, ഐ ലവ് യു ജൂലി. ബി കെയർഫുൾ റിച്ചി. എല്ലാരും പഠിക്കാം. മമ്മി, darling. Daddy, Daddy, I think Mommy's very I will make you always drag on something with me. No, Julie. You go, you go. Don't be silly, my darling. Daddy, Daddy. അത് നല്ല കാറാണോ? Yes, beautiful, good condition. മാർഗരറ്റ്, ഒരു കാര്യം മനസ്സിലാക്കണം. ആംഗ്ലോ ഇന്ത്യൻസിന്റെ കൂട്ടത്തിൽ നമുക്ക് മാത്രമാണ് കാറുള്ളത്. എമംഗ് ഇന്ത്യൻ ഡ്രൈവേഴ്സ് മാർസിന് മാത്രമേ കാറുള്ളൂ. സന്തോഷിക്കൂ. ഇറ്റ്സ് എ ഫോറിൻ കാർ. ഫോറിൻ ആണോ? യെസ്, ഇമ്പോർട്ടഡ് ആസ്റ്റിൻ. ആ, എങ്കിൽ കൊള്ളാം. Certainly. നാളെ ഈ ദിവസം ഒന്ന് ആഘോഷിക്കണം കേട്ടോ. Come on, Julie. Come on, come on, Margaret. ഇതല്ല സാമ്പ്രാണി തിരിയാണ് മമ്മി. ഉഷയോട് വാങ്ങിയതാ. ആ ഇന്ത്യൻ ഗേളുമായിട്ടുള്ള കൂട്ടുകെട്ട് കൊണ്ട് കാണിക്കുന്ന വൃത്തികളാണ് ഇതല്ല അല്ലേ? എന്റെ മെഴുകി കത്തിച്ചു വെക്കാം. What's the matter? What's the matter? ഓ മൈ ഡിയർ, രാവിലെ തന്നെ കുടിക്കാൻ തുടങ്ങി അല്ലേ? ഇന്ന് ഫ്രണ്ട്സ് എല്ലാം വരുന്ന ദിവസമല്ലേ? I'm not happy on this Christmas day. അച്ഛൻ പറഞ്ഞത് ശരിയല്ല. നോ, അബ്സല്യൂട്ട്ലി റോങ്. എന്തുകൊണ്ട് നൊന്നോ? നിന്റെ വാദഗതിയെ ശരിയല്ല. ഗുഡ് മോർണിംഗ് അങ്കിൾ. ഗുഡ് മോർണിംഗ്, ഗുഡ് മോർണിംഗ്. മെറി ക്രിസ്മസ് ജൂലി. താങ്ക് യു. മോർണിംഗ് സ്പെഷ്യൽ. മോർണിംഗ്, മെറി ക്രിസ്മസ്. താങ്ക് യു. ഉഷേ, അച്ഛാ. ദേ ഇത് എന്തൊക്കെയായി കൊണ്ടുവന്നിരിക്കുന്നത്? മെറി ക്രിസ്മസ് ടു യു. താങ്ക് യു. ജൂലി, ജൂലി, ജൂലി. Please sit down. ഞങ്ങൾ അച്ഛനും മകനും കൂടെ വലിയൊരു തർക്കത്തിൽ ഏർപ്പെട്ടിരിക്കും. യു ബി ദ മീഡിയേറ്റർ. ഇവൻ കൽക്കട്ടയിൽ പോയി കുറച്ചു നാൾ താമസിച്ചതിന് ശേഷം വലിയ നിരീശ്വരവാദിയായി തീർന്നു. അവനൊന്ന് തോൽപ്പിക്കുക എന്നുള്ളതാണ് എന്റെ ലക്ഷ്യം. അച്ഛാ ഒന്ന് ഇങ്ങോട്ട് വരൂ. ഞാൻ വരുന്നു. ജോലി പോലെ ഞാനിപ്പോ വരാം. എന്ന് തിരിച്ചു പോകും. എന്ന് വേണമെങ്കിൽ പോയേക്കാം. എനിക്ക് വേണ്ടി പോകണ്ട. ജോലിക്ക് വേണ്ടി ഞാൻ പോകാതിരിക്കണം. ക്രിസ്മസ് നൈറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പോകുന്നില്ലേ? പോകും. ഞാൻ ഉഷയും കൂടെ വരുന്നുണ്ട്. നീ ഇത്ര ഇടുങ്ങിയ മനസ്ഥിതിക്കാരി ആവരുത്. എനിക്ക് ഇടുങ്ങിയ മനസ്സിലും ഒന്നുമില്ല. ചട്ടക്കാരുണ്ടാക്കിയ പലഹാരത്തിലേ പന്നിയുടെ കൊഴുപ്പും മുട്ടയും എല്ലാം കാണും. അത് ഇവിടുത്തെ അടുക്കള കയറ്റാൻ പറ്റില്ല. നിന്റെ അടുക്കള എന്താ അമ്പലാണോ? ആ, എന്റെ അടുക്കള ശുദ്ധവും വൃത്തിയൊക്കെ ഉള്ളത് തന്നെയാ. ജോലി നമ്മളോടുള്ള സ്നേഹം കൊണ്ട് കൊണ്ടുവന്നത് വലിച്ചു കളയല്ലേ അമ്മേ? ഇറച്ചി മീന് ഈ വീട്ടിൽ കയറ്റാൻ പറ്റില്ലെന്നേ. നീ കേട്ടണ്ട.
നീ ഇതേ നിന്റെ മുറിയിൽ കൊണ്ടുവച്ചോ. നല്ല പന്നിയതിന്റെ സ്വാദ്. വേണമെങ്കിൽ നീ എടുത്ത് തിന്നോ. ദേ തിന്നുന്നതൊക്കെ കൊള്ളാം. കുളിക്കാണ്ട് പൂജാമുറിയിലേക്ക് കയറണ്ട. ജൂലിയുടെ ക്രിസ്മസ് സമ്മാനം. ഇതിവിടെ കൊണ്ടുവരാൻ വേണ്ടി മുട്ട ചേർക്കാതെ ഞാൻ തന്നെ ഉണ്ടാക്കിയതാ. മുട്ട ചേർത്തെങ്കിൽ നന്നായിരിക്കുമായിരുന്നു. ആ ആന്റി ഉഷയൊന്നും മത്സ്യമാംസം കഴിക്കാറില്ലല്ലോ. ഈ ശശിച്ചേട്ടന്റെ ഇറച്ചി മീനും ഒക്കെ തിന്നും. ആ വളരെ അപൂർവം ചില സന്ദർഭങ്ങളിൽ മട്ടൺ മാത്രം ഞാനും കഴിക്കാറുണ്ട്. കൽക്കട്ടയിൽ ഒരു ചൈനീസ് റെസ്റ്റോറന്റ് ഉണ്ട്. അവിടുന്ന് പാമ്പിന് ഇറച്ചി നിന്റെ അമ്മ കേൾക്കണ്ടത്. അവൾക്ക് ഭ്രാന്ത് പിടിക്കും. സർപ്പപൂജ നടത്തുന്നവളാണ്. ഓക്കെ എങ്കിൽ ഞാൻ പോട്ടെ. ഹലോ ജൂലി, ഇന്ന് ക്രിസ്മസ് അല്ലേ? ഐ തിങ്ക് യുവർ ഡാഡി വിൽ ബി ഇൻ ഫുഡ് ഫോം ടുഡേ. എത്ര രൂപയായി? രാവിലെ തുടങ്ങിയതേ ഉള്ളൂ. അങ്കിൾ ഡാഡിയെ ഗുണദോഷിക്കാമെന്ന് പറഞ്ഞിട്ട്. ശരി, ഞാൻ ഒരു ദിവസം വന്ന് ഗുണദോഷിക്കാം. ബൈ ശശി. Your father is really great, Usha. My brother? Come on, Ali. Hi, Georgie. Hello. Hi. Hi. ജൂലി റെഡി ആയില്ലേ? വേഗമാകട്ടെ. റിച്ചി പോയിക്കോളൂ. ജൂലി കണ്ടോ, എനിക്ക് വരാൻ സമയമാകും. ജൂലി എന്റെ കൂടെ വരുന്നില്ലേ? ഐ എം സോറി റിച്ചി, ഡാഡിയുടെ കൂടെ വരുന്നുള്ളൂ. പ്ലീസ് ക്യാരി ഓൺ. How are you? Long time. Hello. Hello, Mr. Tankachan. How are you? Come on. Hello. I lost my match. I don't know matches. Come on, show your face. I'm in a hurry. Kiss. Darling? Daddy? Your mother did to me. See, Daddy, na? Darling. ജൂലി, ഇന്നലെ നീ റിച്ചേർഡ് ഡാൻസ് ചെയ്യായിരുന്നെന്താ? അവർ തമ്മിൽ പിണക്കമാണോ മമ്മി? എന്നാര് പറഞ്ഞു? ഞാൻ പറയുന്നു. ഇൻസ്റ്റിറ്റ്യൂട്ടിൽ വെച്ച് നീ അവനെ തിരിഞ്ഞു നോക്കില്ല. യു ആർ ആഫ്റ്റർ ദ ഇന്ത്യൻ ബോയ്. മാനേഴ്സിനെ പറ്റി മമ്മി പറയാറില്ലേ? വിളിച്ചു പോകാതിരിക്കാൻ പറ്റുമോ മമ്മി? ആ റിച്ചർഡ് നമ്മുടെ കൂട്ടത്തിൽപ്പെട്ടവനല്ലേ? അവനെ വിട്ടിട്ട് ആ ഇന്ത്യൻ ചെറുക്കനോട് ഡാൻസ് ചെയ്യാൻ പോയതിനാ? ബി കെയർഫുൾ. നടന്നതെല്ലാം ഞാൻ കണ്ടു. What do you want? അയ്യോ, ആരെയും കാണാൻ ഇറങ്ങിയതല്ല, ഞാൻ സായിപ്പിനെ തന്നെ കാണാൻ ഇറങ്ങിയതാണ്. For what? അയ്യോ, ആളുകൾ വെറുതെ പറയുന്നതാണ്. ഒരിക്കലും ഞാൻ തൊട്ടതല്ല, അറിയാതെ കൈകൊണ്ട് തട്ടിപ്പോയി. You fool! അയ്യോ, അതും വെറുതെ പറയുന്നതാണ്. എന്റെ പൊന്ന് സായിപ്പേ, ആ കൊച്ചുമതാമയുടെ പാവാടമ്മ എന്റെ കൈകൊണ്ട് അറിയാതെ തട്ടിപ്പോയി. അത്രേ ഉള്ളൂ. താളെന്നെ വിളിച്ച എന്തിന്? അല്ല, കടയിലെ പറ്റെന്താണ് നിർത്തിക്കളഞ്ഞത്. കടം പറ്റിയ കാശുണ്ടായിരുന്നെങ്കിൽ എനിക്ക് കുറച്ച് കിട്ടിയാൽ കൊള്ളാം. പണം കിട്ടുമ്പോ തന്റെ പണം തിരിച്ചു തന്നേക്കാം. മേലാൽ തന്റെ കടയിൽ നിന്ന് എനിക്ക് പറ്റൊരുവും വേണ്ട. അണ്ടർസ്റ്റാൻഡ്? അയ്യോ